ആലപ്പുഴ പട്ടണത്തിൽ നിന്ന് ചേർത്തലയും പിന്നിട്ട് തണ്ണീർമുക്കം ബണ്ട് മുറിച്ചു കടന്ന് ബാലറ്റ് റൈഡർ എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. കേരളത്തിന്റെ അക്ഷരനഗരി. നാടിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് നാഴികക്കല്ലായ വൈക്കം സത്യാഗ്രഹത്തിന് സാക്ഷിയായ കോട്ടയം. എത്രയോ ചരിത്ര സാക്ഷ്യങ്ങളുടെ നാടാണിത്. മലയാളി മെമ്മോറിയൽ, മിഷണറി പ്രവർത്തനത്തിലൂടെ നടന്ന വിദ്യാഭ്യാസ സാമൂഹിക വിപ്ലവം, ഐക്യകേരള രൂപീകരണത്തിന് ശേഷം വിമോചന സമരത്തിന് നാന്ദിയായ നാട്, നവകാല കേരള രാഷ്ട്രീയത്തിൽ വളരും തോറും വളർന്ന് ചില്ലകൾ മാറിച്ചേക്കേറുന്ന പ്രതിഭാസമായ കേരള കോൺഗ്രസിന് ജന്മം കൊടുത്ത നാട് കോട്ടയം. ദ ലാൻഡ് ഓഫ് ലെറ്റേഴ്സ്, ലാറ്റക്സ് ആൻഡ് ലേക്സ്. അപ്പൊ ലിജോ, ഈ കോട്ടയത്ത് വന്നാൽ പുതുപ്പള്ളിയിൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ? ചാണ്ടിയമ്മന്റെ വീട് ഇവിടെ അടുത്താണ്. ചാണ്ടിയമ്മൻ വീട്ടിലൊരു സ്പ്രിങ് പോലെ ആളാണ്, ഓടിയാണ് നിൽക്കുന്നത് കക്ഷി. നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഈ പ്രാവശ്യം UDF കേരളം മുഴുവൻ. മൂന്നാമതൊന്നും LDF അധികാരത്തിൽ വരും. പിന്നെ ഇവിടെ പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഉറപ്പും പറയുന്നില്ല. UDF പല ഇഷ്യൂസ് റേസ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വികസനം, ഈ 10 വർഷത്തെ സമയം, ഇപ്പം 10 വർഷം അവർക്ക് കിട്ടിയത്, എന്നിട്ടും ആ 10 വർഷത്തെ വികസനവും ഈ 5 വർഷത്തെ അന്നത്തെ 5 വർഷത്തെ വികസനം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമില്ല. ഒരു പരിപാടി പോലും തുടങ്ങാൻ സാധിച്ചിട്ടില്ല. കോട്ടയം പുതുപ്പള്ളി കോൺഗ്രസ് UDF വരും. ചാണ്ടിയുമ്മൻ, അതായത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നതിനപ്പുറത്തേക്ക് ചാണ്ടിയുമ്മൻ എന്ന MLA രജിസ്റ്റർ ആയി എന്ന് തോന്നുന്നുണ്ട്. അതിപ്പോ അവരാണ് ഈ ഇലക്ഷനിലൂടെ പറയേണ്ടത്, രജിസ്റ്റർ ആയതല്ലേ. അതിന് ഈ ചാണ്ടിയുമ്മൻ എന്തെങ്കിലും ഒരു പോരാഴി വരണമെങ്കിൽ ഇവർ അധികാരത്തിൽ വന്ന് കുഴഞ്ഞെങ്കിലോ ചാണ്ടിയുമ്മൻ ഇവിടെ ഒരു ഭൂരിപക്ഷം തന്നെ പറയാൻ. ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചെറുപ്പക്കാരുടെ ഇവിടെ നിർത്തുവാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് സർക്കാർ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു മികച്ച വ്യവസായ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചോ? ഇപ്പൊ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന സ്മാർട്ട് സിറ്റി, ആ സ്മാർട്ട് സിറ്റിയെ തകർത്തത് ഇടതുപക്ഷ സർക്കാരാണ്, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു അവകാശവാദവും പറയാൻ പറ്റാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 2 തവണ കൊണ്ട് മടുത്തോ സർക്കാരിനെ? ഞാൻ മടുത്തല്ല, എന്നാലും നമുക്ക് UDF വരുന്നതാണ് പാവപ്പെട്ടവർക്കും എല്ലാവർക്കും ഒരു നല്ലത്. സൈക്കിളിൽ പ്രചാരണം നടത്തുന്ന ഒരു സ്ഥാനാർത്ഥിയെ മറ്റെവിടെയും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ല. എക്സസൈസ് ആണെങ്കിൽ എക്സസൈസ്, സ്കൂട്ടർ എന്ന രീതിയിലാണെങ്കിൽ സ്കൂട്ടർ, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ചെയ്യണമെങ്കിൽ അതും സാധിക്കും. രാവിലെ ഞാൻ എനിക്ക് വെറുതെ പോവുകയും ചെയ്യും, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യണ്ട. ചിലപ്പോൾ കാരണം ഞാൻ രാത്രി 12 മണിക്കാണ് വരുന്നത്, രാവിലെ 5 മണിക്ക് ഞാൻ ഇറങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും നോക്കാതെ എനിക്ക് വേണമെങ്കിൽ സൈക്കിൾ എടുത്ത് പോവാം. ഇരുന്നല്ലേ ഇത്ര നാള്, ഇനിയിപ്പോ വേറെ ആളിരിക്കട്ടെ. ആര് വരും അടുത്ത സർക്കാർ? ഇടതുപക്ഷം വരും, മൂന്നാമതും വരും. കോട്ടയം ജില്ലയിലെ ഒരു LDF UDF സ്കോർ എങ്ങനെ മാറി? 9-0. കേരളത്തിന്റെ ഭരണചക്രം തിരിച്ച മഹാരഥന്മാർ ജയിച്ചു കയറിയ നാട്. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവേഗവും ദിശയും നിർണയിച്ച കോട്ടയത്ത് ആകെ 9 മണ്ഡലങ്ങൾ. പാലാ, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, വൈക്കം, കോട്ടയം. പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ. നിലവിൽ 5 LDF, 4 UDF. ആ നമ്പർ എങ്ങനെ മാറി മറിയും എന്നത് ഭരണമാറ്റമാണെങ്കിലും ഭരണ തുടർച്ചയാണെങ്കിലും അതിൽ നിർണായക സ്വാധീനമാകും. അങ്ങനെ കോട്ടയം പുതുപ്പള്ളിയിലാണ്. എന്താ ഈ ഇലക്ഷൻ അവസ്ഥയൊക്കെ? കോട്ടയത്ത് എന്തായാലും LDF ഇനി മൂന്നാമത് വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇല്ല UDF ആയിരിക്കും. നമുക്ക് അങ്ങനെയൊന്നുമില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഈ 10 വർഷത്തിനിടയ്ക്ക് ഇത്രയും വികസനം, അത്ഭുതകരമായിട്ടുള്ള വികസനമാണ് വന്നിരിക്കുന്നത്. ഏതൊരു മേഖലയാണല്ലോ. പിണറായി വിജയൻ ഭരിച്ച എന്ത് വികസനമാണ് കൊടുത്തിട്ടുള്ളത്? സ്കൂളുകളിലായിട്ടൊക്കെ ആക്കി, ഹോസ്പിറ്റലുകൾ, അങ്ങനെ എന്തായാലും നാടിന് വേണ്ടുന്ന കാര്യങ്ങളും നന്മകൾ തന്നെ ചെയ്തില്ല. പിന്നെ ചെറുപ്പക്കാർക്ക് ഇതൊരു തൊഴിലും കിട്ടിയിട്ടില്ല. കാരണം CPT അല്ല DFI പ്രവർത്തകരുടെ പിൻവാതിൽ നിയമനമാണ് നടത്തിയിരിക്കുന്നത്. ആരോഗ്യമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും സ്ത്രീ സുരക്ഷയുടെ കാര്യമാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും നമ്മുടെ ഈ 10 വർഷത്തിനിടയ്ക്ക് മാറ്റം വന്നേക്കുന്ന അതിഗംഭീരമായിട്ടുള്ള മാറ്റമാണ്. 2000 രൂപ വരും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു എനിക്കത് പ്രയാസമുണ്ട്. ഒരു പറ്റല്ലേ പെൻഷൻ കാശിനാണ് പോണത്. എല്ലാവരോട് എനിക്ക് വേറെ ഒന്നും വരണില്ല. അല്ല, അപ്പോൾ പിണറായി സർക്കാർ മെച്ചമല്ലേ, അങ്ങനെ പൈസ തന്നില്ലേ? MMMണി പറഞ്ഞതൊന്നും പറയേണ്ട കാര്യമില്ല, പറയാൻ പറ്റില്ല. എനിക്ക് പെൻഷൻ കിട്ടുന്ന ആളാണ്. ഇപ്പം 2000 രൂപ, ഇപ്പം അടുത്ത ദിവസം 4000 രൂപ കിട്ടും. പൈസ കിട്ടി? പൈസ കിട്ടിയില്ല. കിട്ടിയില്ല, അടുത്ത ദിവസം കിട്ടും. 25-ാം തീയതി മുതൽ വിതരണം തുടങ്ങുമെന്നാണ് പേപ്പറിലുള്ളത്. അടുത്ത തവണയും LDF ആയിരിക്കും. അടുത്ത തവണ LDF ആയിരിക്കും, ഉറപ്പായിട്ട് 100% ഉറപ്പാണ്. ഞങ്ങളിവിടെ ഇല്ലാതെ
ഞങ്ങൾ ഈ നാട്ടുകാരല്ല. ചേട്ടൻ മൊത്തത്തിൽ ദേഷ്യം പിടിച്ചിരിക്കുക. ആരായിരിക്കും? ഇത് പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്, നമ്മളല്ലല്ലോ. എന്നാലും കുറെ ആളുകൾ അതിനിങ്ങനെ പറയുന്നുണ്ട്. അതില് പേര് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. നമുക്ക് അത്ര നേതാക്കൾ മറ്റേത് പറയുന്ന ഏതോ ഒരാളേ ഉള്ളൂ, വേറൊരാൾ വേണ്ടേ? ഞാനും ഒപ്പനും സുഭദ്രയും, അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കണ്ടേ? അത് വേണം, നമ്മളത്ര ചിന്തിക്കുന്നുള്ളൂ. കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് ജയിക്കുകയായിരുന്നെങ്കിൽ പുതുപ്പള്ളി സ്റ്റാൻഡിന്റെ സ്ഥിതിഗതികൾ മാറിപ്പോയി. ഇത് പുതുപ്പള്ളി സ്റ്റാൻഡിൽ നിന്ന് പോകെ മറ്റേത് സ്റ്റാൻഡിൽ കഴിയും ഒരു ജീർണിച്ച അവസ്ഥയല്ലേ പുതുപ്പള്ളി. ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ അങ്ങനെ തോപ്പിക്കാൻ പറ്റുമായിരുന്നോ അന്ന്? തോൽപ്പിക്കാൻ പറ്റിയാൽ സ്റ്റാൻഡിൽ എന്താ വിചാരിക്കുന്നത്? അവരുടെ മന്ത്രമല്ലേ, എല്ലാ വികസന പരിപാടിയും ചെയ്തിട്ടുണ്ട്. പുതുപ്പള്ളിയൊക്കെ ജയിക്കുമോ കോമറേഡ്? പുതുപ്പള്ളി ഉറപ്പാണ്. എന്നാണ് LDF പറഞ്ഞു ഉറപ്പാ. ചാണ്ടിയപ്പൻ ജയിക്കും. ഇവിടെ ചാണ്ടിയപ്പൻ ജയിക്കും. 140 130 പോയാലും ചാണ്ടിയപ്പൻ ജയിക്കും. ചാണ്ടിയമ്മനെ ജയിക്കുള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ കേരളത്തിൽ അടുത്ത നിയമസഭയിൽ പിണറായി സർക്കാർ തന്നെ. കോട്ടയത്ത് മൊത്തത്തിൽ എങ്ങനെയായിരിക്കും ഒരു നമ്പർ? എങ്ങനെയായിരിക്കും? ചാണ്ടിയമ്മൻ ജയിക്കില്ലേ? പറയാൻ പറ്റത്തില്ല. ശരിക്കും നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ വെറുതെ അനാവശ്യമായിട്ട് പൈസ ചെലവാക്കി പ്രചരണം നടത്തുന്നതിനേക്കാളും നല്ലത് ആ പൈസ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുക്കുന്നതായിരിക്കും എന്ന് തോന്നുന്നു. പുള്ളി നേരത്തെ തന്നെ പരാജയം സംഭവിച്ച പോലെ ഉണ്ടല്ലേ? ഈ നമ്മുടെ മാണി കാപ്പൻ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പുള്ളി നേരത്തെ സ്വയം പറയുന്നുണ്ടല്ലോ. അവിടെ മാണി കാപ്പൻ അത്ര ഒരു ചെറിയൊരു പരുങ്ങലുണ്ട്. തിരുവഞ്ചൂര് ജയിക്കുമോ? ചേട്ടനൊരു എല്ലായിടത്തും ഇലക്ഷൻ ആകുമ്പോൾ എല്ലാവരും പല കാര്യങ്ങളും പറയും. പക്ഷെ വോട്ട് ചെയ്യുന്ന ആളുകൾ പാർട്ടി നോക്കി ചെയ്യുന്നവർ പാർട്ടി നോക്കി ചെയ്യും, ആളെ നോക്കി ചെയ്യുന്നവർ ആളെ നോക്കി ചെയ്യും. ചിലർ ചിന്തിക്കുന്നത് ഇവൻ വന്ന എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചിന്തിക്കും. അവരായിരിക്കും ഒരു പക്ഷേ എല്ലായിടത്തെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ പാലായിലൊക്കെ ആണേലും ഈ മറ്റേ പുള്ളി എവിടെയൊക്കെ പോയി, MP ആയിട്ട് പോയി, അവിടെ പോയി, ഇവിടെ പോയി, പുള്ളിക്കെല്ലാം അക്കരപ്പച്ചയാണ്. ഇന്ന് കാണുമ്പോൾ പുള്ളിക്ക് ഇപ്പോൾ ഒരു പഞ്ചായത്ത് വാർഡ് കിട്ടിയാൽ അതും മത്സരിക്കും. ആ ഒരവസ്ഥയിലേക്ക് എത്തി മാണി സാറിൻ്റെ പാർട്ടിയാണ്. വെളിച്ചം മങ്ങി, തെരുവ് വിളക്കുകൾ തെളിഞ്ഞു. പക്ഷേ തെരുവിൽ രാഷ്ട്രീയം തിളച്ചൊഴുകുന്ന ഈ ഇലക്ഷൻ കാലത്തുടനീളം ബാലറ്റ് റൈഡർ യാത്ര തുടരുകയാണ്. മലമേലെ തിരിവെച്ച പെരിയാറിൻ തലയിട്ട ഇടുക്കിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചൂടറിയാൻ നാളെ മല കയറുകയാണ് ബാലറ്റ് റൈഡർ. അപ്പോൾ ബൈ.